KSRTC ബസ്സിൽ പെണ്ണുങ്ങൾക്ക് സംവരണ സീറ്റ് തരണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. അല്ല, നിങ്ങൾ എന്ത് കരുതി നിങ്ങൾക്ക് ബസ്സിൽ കയറി നിങ്ങൾക്ക് പറയുമ്പോൾ തോന്നുമ്പോ ആണുങ്ങൾ സ്ത്രീകളുടെ സീറ്റാണെന്നുള്ള ഇരിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അതല്ല, അത് നിങ്ങൾക്ക് ബസ് പുറപ്പെടുന്നതിന് മുമ്പ് മാത്രമാണ് എടുക്കാനുള്ള പെർമിഷനുള്ളൂ, ഇരിക്കാനുള്ള പെർമിഷനുള്ളൂ. ബസ് പുറപ്പെട്ടു കഴിഞ്ഞാൽ യാതൊരു സംവരണ സീറ്റിലും പ്രശ്നമില്ല. ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ, KSRTC ബസ്സിൽ സ്ത്രീകളുടെ സംവരണ സീറ്റിലിരുന്ന ഒരു യുവാവ് ആ സീറ്റിൽ അവർക്ക് യാത്ര ചെയ്യാൻ അർഹതയുണ്ടെന്നും ബസ് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള റിസർവേഷനും അവകാശപ്പെടാൻ കഴിയില്ല എന്നും അതാണ് നിയമമെന്നും പറഞ്ഞ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് പേർ ആ വീഡിയോയിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. ഇനി ബസ്സിൽ കയറുമ്പോൾ ഞങ്ങൾക്കും ഈ അവകാശങ്ങളൊക്കെ ചോദിച്ചു വാങ്ങാമല്ലോ എന്ന് പലരും കരുതി. അങ്ങനെ ഒരു നിയമമുണ്ടോ? നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ഇത്തരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്ന ഒരു വക്കീലുണ്ട് നമ്മളോടൊപ്പം. ലോലിക എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റീൽസുകൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ അവബോധം നൽകുന്ന അഭിഭാഷക അഡ്വക്കേറ്റ് രേവതി ബാബു നമ്മളോടൊപ്പം ഉണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ? ഇത് പൊതുവെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം നിയമപരമായി നോക്കുന്ന സമയത്ത് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിൻ്റെ തന്നെ സെക്ഷൻ 269 ക്ലോസ് 5 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 25% റിസർവേഷൻ സ്ത്രീകൾക്കുള്ളതാണെന്നുള്ളത്. അതായത് ഡ്രൈവറും കണ്ടക്ടറും ഒഴികെയുള്ള സീറ്റുകളിൽ 25% സ്ത്രീകൾക്കുള്ളതാണ്. അപ്പം ഒരു ബസ് സർവീസ് തുടങ്ങുന്ന സമയത്ത് ഈ സീറ്റുകളിൽ സ്ത്രീകൾക്ക് സംവരണം പറയുന്ന സീറ്റുകളിൽ പുരുഷന്മാർക്ക് യാത്ര ചെയ്യാം. ഇനി അഥവാ സ്ത്രീകൾ വന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ സീറ്റുകളിൽ നിന്നും എഴുന്നേറ്റ് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം പുരുഷന്മാർക്കുണ്ട്. ആ വീഡിയോയിൽ പറയുന്നത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപാണെങ്കിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ അവകാശപ്പെടാം, അതല്ല യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ എഴുന്നേറ്റ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തെറ്റാണ് എന്നാണോ പറയുന്നത്? ഇല്ല, അത് തെറ്റായിട്ടില്ല. ഇതുവരെയും നിയമപരമായിട്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് പൊതുവെയുള്ളൊരു തെറ്റായ ധാരണയാണ്. കേരള പോലീസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 2019 ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. അന്നും ഇതിനെ തുടർന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതിനെ തുടർന്ന് ഒരു ഡീറ്റെയിൽഡ് പോസ്റ്റ് കേരള പോലീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. KSRTCയും അങ്ങനെ പറയുന്നുണ്ടോ? KSRTCയും പ്രൈവറ്റ് ബസ്സുകൾക്കും ഈ നിയമം ബാധകമാണ്. ഇനിയിപ്പോൾ പുതിയ 2019 പറഞ്ഞു, പുതിയ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലോ അത് നമ്മൾ അറിയാത്തതാണെങ്കിലോ? അല്ല, റീസെൻ്റ് ആയിട്ട് ഇപ്പം അതിനെക്കുറിച്ചൊരു അപ്ഡേഷൻസ് വന്നിട്ടില്ല. നിലവിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ ഈ ആക്ട് പ്രകാരമുള്ള നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ട് ആരെങ്കിലും KSRTC ബസ്സിൽ കയറി സ്ത്രീകളോട് തങ്ങളുടെ റിസർവേഷൻ സീറ്റിനെ കുറിച്ച് തർക്കം വെക്കാൻ പോവുകയാണെങ്കിൽ ഒന്ന് ഓർത്തോളൂ, അങ്ങനെ ഒരു നിയമം നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് രേഖകൾ ആധികാരികമായി പരിശോധിക്കുമ്പോഴും ഇത് കൃത്യമായി പഠിച്ചിട്ടുള്ള അഭിഭാഷകയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. 24 ഡിജിറ്റലിന് വേണ്ടി നിഖിൽ പ്രമേഷ്, 24.